ഇവളുണ്ടാക്കുന്ന കോഫി എനിക്ക് വേണ്ടെന്നാ ഞാൻ പറഞ്ഞേ. വാസു ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തേ? ചെയ്ത തെറ്റൊന്നും പോരെ ഏട്ടാ, ഇനിയും തെറ്റ് ചെയ്യണമെന്നാ? എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എന്നെ മാനം കെടുത്തി. അത് പോട്ടേന്ന് പറഞ്ഞ് ക്ഷമിച്ചപ്പോ എന്ത് കാര്യത്തിനാണെന്ന് പോലും അറിയില്ല, പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു ദിവസം മുഴുവൻ അവിടെയായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നു. ഭാഗ്യം കണ്ടെടുത്തി ഇവള് ജയിലിൽ പോവാത്തെ. പോയിരുന്നെങ്കിലേ നമ്മളെ കുടുംബത്തിന്റെ മാനവും മര്യാദയും വെള്ളത്തിലായേനെ. നിർത്ത് സുമംഗലേ. ഓരോരോ ചെറിയ കാര്യത്തിനും വസുവിന്റെ തലയെ പഴിചാരിക്കൊണ്ടിരിക്കുകയാണല്ലേ. അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അവളെ വെറുതെ വിടുമായിരുന്നോ? കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കുമായിരുന്നില്ലേ? വസുവും മടങ്ങി വന്നെങ്കിൽ അതിനർത്ഥം അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പോലീസുകാർ വിശ്വസിക്കുന്നതല്ലേ? അങ്ങനൊന്നും ആയിരിക്കില്ല ഏട്ടാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് അബി പോലീസിന് കൈക്കൂലിയായിട്ട് കൊടുത്ത് ഇവളെ രക്ഷിച്ചോണ്ട് വന്നതായിരിക്കും. പൈസ ഉള്ളവൻ എന്ത് ചെയ്താലും ശരിയെന്ന് പറയുന്ന പോലെ ഈ വസു ചെയ്ത തെറ്റ് പൈസ കൊടുത്ത് ഒതുക്കിയതാ. ആരും ശ്രദ്ധിച്ചില്ല. അറിഞ്ഞത് അറിയാത്ത പോലെ സംസാരിക്കല്ലേ സുമംഗലേ. വസുവിന്റെ മേൽ കുറ്റം ചെലുത്തുന്നത് വലിയ തെറ്റ്. പോരാത്തതിന് പോലീസിന് കൈക്കൂലി കൊടുത്ത് കൊണ്ടുവന്നോ? മാത്രമല്ല അഭി ഒരിക്കലും തെറ്റിന് കൂട്ടുനിൽക്കില്ല. എന്റെ പ്രോബ്ലം സോൾവ് ആയി. ഇടത് കണ്ണ് തുടിക്കുന്നതും കുറഞ്ഞു. നടന്നത് എന്തായാലും നടന്നു ജയന്തി. അത് മനസ്സിൽ വെച്ചിട്ട് നീ ദേഷ്യപ്പെടുന്നത് നന്നല്ല. ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്നാലേ ഈ വീട് നന്നാവൂ. ദേഷ്യപ്പെടണമെന്നും വഴക്കുണ്ടാക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നെ മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഒരു പ്രാവശ്യമാണെങ്കിൽ അറിയാതെ ചെയ്തിട്ടാണെന്ന് പറയാം. ഓരോ പ്രാവശ്യവും തെറ്റുകൾ ചെയ്ത് മാനം കളഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? എല്ലാവരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? പോരാത്തതിന് വസുവിനെ പറ്റി എല്ലാവരോടും പുകഴ്ത്തിയ സംസാരിച്ചത്. ഇപ്പൊ ഇവള് തന്നെ തെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇവളെ പറ്റി പറഞ്ഞതൊക്കെ കള്ളം പറഞ്ഞതുപോലെ ആയില്ലേ? നിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജയന്തി. എന്നാൽ എപ്പോഴും ഒരു വശം മാത്രം ചിന്തിക്കരുത്. അടുത്ത വശത്തും എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിക്ക്. ദേഷ്യത്തോടെയല്ല, സമാധാനമായിട്ട് ഇരുന്ന് ചിന്തിക്ക്. സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. എന്നെ വിശ്വസിക്കുക. ഇതിനു മുൻപ് പല പ്രാവശ്യം നിന്നെ ഞാൻ വിശ്വസിച്ചു വസു. അത് തന്നെ ഇപ്പൊ പ്രശ്നമായതും. ഇനി നിന്നെ ആരും വിശ്വസിക്കില്ലടി. നിന്നിലുള്ള വിശ്വാസം നീയായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയല്ലോ. അത് ഇനി തിരിച്ചു പിടിക്കാന്ന് വെച്ചാ വലിയ പാടാ.
വസു, എന്താ സംഭവിച്ചെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പറയാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ നീ ഇതിനു മുന്നേ എന്നോട് പറഞ്ഞേനെ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എത്രയും വേഗം എല്ലാം ശരിയാവും വസു. ഒരു ദിവസം അമ്മയ്ക്ക് നിന്നെ മനസ്സിലാകും. വിഷമിക്കാതെ വസു. ചേച്ചി, അമ്മയുടെ ദേഷ്യം അധികം നാളൊന്നും നിൽക്കില്ല. വീണ്ടും നിന്നോട് പഴയ പോലെ സംസാരിക്കും. ആ ദിവസം ഉടനെ തന്നെ വരും. ചേട്ടനിവിടെ എന്ത് ചെയ്യോ? അമ്മയെ കുറിച്ചാ കീർത്തി ആലോചിക്കുന്നേ. മുത്തശ്ശി അമ്മയെ വഴക്ക് പറയുമല്ലേ, അതുകൊണ്ട് അമ്മ നല്ല വിഷമത്തിലാ. അതെ ചേട്ടാ, ഇതിനു മുൻപ് അമ്മയും മുത്തശ്ശിയും ഫ്രണ്ട്സിനെ പോലെ ഹാപ്പി ആയിട്ടാ ഉണ്ടായിരുന്നത്. ഇപ്പോ ശത്രുക്കളെ പോലെയായി. അവര് തെറ്റ് ചെയ്തു, അതുകൊണ്ടാ മുത്തശ്ശി വഴക്ക് പറഞ്ഞേ. അല്ല അനു, അമ്മ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. അപ്പൊ മുത്തശ്ശി തെറ്റ് ചെയ്തെന്നാണോ? അങ്ങനെ അല്ല അനു, നമുക്ക് എങ്ങനെയെങ്കിലും അമ്മയെയും മുത്തശ്ശിയെയും ഫ്രണ്ട്സ് ആക്കണം. അവര് ഹാപ്പി ആവുന്നത് പോലെ ചെയ്യണം. അതെ, ഇതിനു മുൻപ് അമ്മയും അച്ഛനും വഴക്കുണ്ടാക്കിയപ്പോൾ നമ്മൾ അവരെ വീണ്ടും ഒന്നിപ്പിച്ചില്ലേ? അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ അത് സമ്മതിക്കുന്നു. അമ്മയും മുത്തശ്ശിയും പിന്നെ എങ്ങനെ കൂട്ടാക്കുന്നേ? എന്താ ഇത്? തലവേദന സഹിക്കാൻ പറ്റാത്ത പോലെ ആയല്ലോ. തലവേദന എടുക്കുന്നുണ്ടോ അമ്മേ? ഞാൻ കുറച്ച് ബാമ്പ് ഉരുട്ടിത്തരാം അമ്മേ. ആവശ്യമില്ല. ബാമ്പ് ഉരുട്ടിയാൽ തലവേദന കുറച്ച് മാറും അമ്മേ. ബാം പുരട്ടിയ തലവേദന ഒരുപക്ഷെ കുറഞ്ഞേക്കാം. പക്ഷെ നീ പുരട്ടിയ ഒരിക്കലും കുറയില്ല, ഇനിയും കൂടുകയുള്ളൂ. മാത്രമല്ല, ഈ തലവേദന ഇപ്പൊ വന്നതിന് കാരണം നീയാ. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ അപമാനപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ വീടിന്റെ മാനവും മര്യാദയൊക്കെ കളഞ്ഞു. അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുമ്പോ എന്റെ തല പൊട്ടിപ്പോകുന്ന പോലെയുണ്ട്. എന്റെ മുൻപിൽ ഇങ്ങനെ നിന്ന് തലവേദന ഇനിയും കൂട്ടാതെ ഇവിടുന്ന് പൊയ്ക്കോ. എടി കാർത്തികേ, നിന്റെ അമ്മായിയുടെ മുന്നില് നല്ല പേര് നേടാനുള്ള ഒരു അവസരം കിട്ടിയടി നിനക്ക്. എന്താ ആന്റി അത്? നിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിന്റെ അമ്മായിക്ക് വലിയ കാര്യമായിരുന്നല്ലോ നിന്നോട്. അതിനുശേഷം നിന്റെ അമ്മായിയോട് ആ വസു അടുത്തു, നീ പുറത്തു ആയി. ഇപ്പോ നിന്റെ അമ്മായി ആ വസുവിനെ മാറ്റി നിർത്തുന്ന കണ്ടോ? നീ നിന്റെ അമ്മായിയായിട്ട് അടുത്തിട്ട് ആ വസുവിനെ ഇനിയും കൂടുതൽ ദൂരത്തേക്ക് അകറ്റി നിർത്താനുള്ള അവസരം. നീ പോയി അമ്മായിയുടെ നെറ്റിയിൽ ബാം പുരട്ടി കൊടുത്ത് അവരെ സോപ്പിട്ടോ. വസുവിനോടുള്ള ദേഷ്യം വർദ്ധിപ്പിക്ക്. വേഗം ചെല്ല് ചെല്ല്. അമ്മേ, അമ്മയ്ക്ക് തലവേദന എടുക്കുന്നുണ്ടോ? എന്നോടൊരു വാക്കുപോലും അമ്മ പറഞ്ഞില്ലല്ലോ. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? തലവേദനയ്ക്ക് എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ?
അമ്മേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ബാം പുരട്ടിത്തരാം അമ്മേ. തലവേദന കുറഞ്ഞു കിട്ടും. ആ ഏട്ടത്തി, ആ ബാമിങ് എടുക്ക്. ഞാൻ തേച്ചു കൊടുത്തോളാം കാർത്തിക. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഏട്ടത്തി എന്തിനാ കഷ്ടപ്പെടുന്നേ? ഇങ്ങതാ, ഞാൻ പുരട്ടി കൊടുക്കാം. ഏട്ടത്തി പൊക്കോളൂ, ഞാൻ നോക്കിക്കോളാം. പൊക്കോ ഏട്ടത്തി. എന്തു പറ്റിയെടുത്തി? തലവേദനയാണോ? കാർത്തിക ബാമിട്ട് തന്നല്ലേ, ഇനി പെട്ടെന്ന് മാറിക്കോളും. എടുത്തി, കാർത്തികയുടെ കൈ ഭാഗ്യമുള്ള കൈയാ. ചിലർക്കും കൈകളുണ്ട് വീടിനെ നശിപ്പിക്കാനായിട്ട്. അവരുടെ കയ്യിലെങ്ങാനും പെട്ടാ ഉള്ള ഭാഗ്യം കൂടി ഇല്ലാണ്ടാവും. ഇപ്പോ എങ്ങനെയുണ്ട് അമ്മേ? അല്പം കുറഞ്ഞതുപോലെയുണ്ട് മോളെ. ഞാൻ പറഞ്ഞില്ലേ എടുത്തി, കാർത്തികയുടെ കൈ നെറ്റിയിൽ പതിഞ്ഞപ്പോ തലവേദനയൊക്കെ മാറിയില്ലേ? കാലില് തേച്ചാ കാലുവേദനയും മാറും, കയ്യില് തേച്ചാ കൈവേദനയും മാറും, തലയില് തേച്ചാ തലവേദന എപ്പോ പോയിന്ന് ചോദിച്ചാ മതി. കഴുത്ത് തേച്ചാ കഴുത്ത് ഞെരിഞ്ഞ് ഒടിഞ്ഞു പോവും. എന്താ പറയുന്ന ഏട്ടത്തി? അത് ഞാൻ തമാശ പറഞ്ഞതാ. കാർത്തികയുടെ കൈപുണ്യം വളരെ നല്ലതാന്ന് പറഞ്ഞതാ. അമ്മേ, അമ്മയ്ക്ക് ചൂടോടെ കോഫി കൊണ്ടുവരട്ടെ? ഭാവന കൊണ്ടുവന്നോളൂ മോളെ. ഭാവനേ, കാർത്തിക ഏട്ടത്തിക്ക് ബാം തേച്ചു കൊടുത്തപ്പോ തലവേദനയൊക്കെ കുറഞ്ഞോന്ന്. നീ വേഗം ഒരു കോഫി കൊണ്ടുവാ. വരുമ്പോ എനിക്ക് കൂടെ ഒന്ന് എടുത്തോ. ഏട്ടത്തി അത് കുടിച്ച് ഒന്ന് റിലാക്സ് ആവട്ടെ. എന്റെ അമ്മയുടെ തലവേദന മാറ്റി തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. അമ്മയ്ക്ക് ബാം പുരട്ടിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കാർത്തിക കാരണം അമ്മയുടെ തലവേദന മാറിയത് ഒരുപാട് സന്തോഷമുണ്ട് ഭഗവാനെ. എന്റെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അമ്മ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിച്ചോളണേ. ഐഡിയ എന്താ ചേട്ടാ? അമ്മയും മുത്തശ്ശിയും വീണ്ടും കൂട്ടാക്കാൻ ഒരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. എന്ത് പ്ലാൻ അത്? ദൈവം. അദ്ദേഹം വിചാരിച്ച ആരെ വേണമെങ്കിലും കൂട്ടാക്കാൻ പറ്റില്ലേ? അതെ ചേട്ടാ, സ്വാമി വളരെ ശക്തിശാലിയാണെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ അടുത്ത് പോയി അമ്മയും മുത്തശ്ശിയും കൂട്ടാക്കാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ദൈവം എവിടെയാ ഉള്ളേ? അമ്പലത്തില്. വാ, നമുക്ക് പോവാം. ചേട്ടാ, ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ചേട്ടന്റെ കയ്യില് പൈസ എവിടെന്നാ? അച്ഛൻ എനിക്ക് പോക്കറ്റ് മണി തരാറുണ്ടല്ലോ. ആ കാശ് വെച്ചല്ലേ ഞങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരുന്നേ? അതെ, അച്ഛൻ തരുന്ന പോക്കറ്റ് മണി നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടാ ഞാൻ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ ചേട്ടന് വേണ്ടി ചേട്ടനൊന്നും വാങ്ങിക്കാറില്ലേ? അത് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതാ എനിക്കിഷ്ടം. ശരി, വാ.
പൂജാരി, പൂജ ചെയ്യണം. എന്താ മക്കളെ നിങ്ങൾ വന്നത്? വീട്ടിൽ നിന്ന് മുതിർന്നവരാരും വന്നില്ലേ? ആരും വന്നില്ല തിരുമേനി. അതിനു പകരമായിട്ടാ ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാ പൂജ ചെയ്യാൻ വന്നേ. ആഹാ, ഇത്രയും ചെറിയ പ്രായത്തിൽ നല്ല ഭക്തിയും ഉത്തരവാദിത്വവും ഉണ്ടല്ലോ. നിങ്ങളുടെ വീട്ടുകാര് ഭാഗ്യം ചെയ്തവരാ. പറഞ്ഞോളൂ, ആർക്കു വേണ്ടിയാ പൂജ ചെയ്യേണ്ടത്? അല്ല ചേട്ടാ, ഈ ക്ഷേത്രത്തിന് ചുറ്റും 108 തവണ പ്രദക്ഷിണം വെച്ച് നാളികേരം അർപ്പിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കുമെന്ന്. അങ്ങനെയാണോ? എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്തേക്കാം. വാ. ആ ആന്റി പറഞ്ഞ കാര്യം സത്യമാണോ പൂജാരി? അമ്പലത്തിന് ചുറ്റും 108 തവണ പ്രദക്ഷിണം വെച്ച് നാളികേരം അർപ്പിച്ച ദൈവം നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് തരുമോ? തീർച്ചയായും ചോദിക്കുന്നതൊക്കെ തരും. നിങ്ങളെപ്പോലെ കുട്ടികള് ചോദിക്കുന്നത് എന്തായാലും ഭഗവാൻ തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ 108 തവണ പ്രദക്ഷിണം വെച്ചിട്ട് നാളികേരം അർപ്പിക്കാം പൂജാരി. വേണ്ട മോനെ, നീ കൊച്ചുകുട്ടിയല്ലേ. അത്രയും പ്രദക്ഷിണമൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. കാലൊക്കെ വേദനിക്കും, ബുദ്ധിമുട്ടുള്ള കാര്യാ. നമ്മള് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്താലല്ലേ പൂജാരി ദൈവം അനുഗ്രഹിച്ച് വേണ്ടത് നമുക്ക് തരൂ. വേണ്ട ചേട്ടാ, അത്രയും നടന്നാൽ ചേട്ടൻ ടയർഡ് ആവുമല്ലോ. അതെ ചേട്ടാ, അല്ലെങ്കിലും സ്വാമിക്ക് നമ്മളെ പോലെയുള്ള കൊച്ചുകുട്ടികളെ വളരെ ഇഷ്ടമായിരിക്കില്ലേ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലെങ്കിലും ചോദിക്കുന്നതൊക്കെ തരും. നമ്മൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുമ്പോഴല്ലേ ടീച്ചർ വെരി ഗുഡ് എന്ന് പറയാറുള്ളത്? അതുപോലെ തന്നെയാ നമ്മുടെ ദൈവം. എനിക്കൊന്നും സംഭവിക്കില്ല പൂജാരി. ഞാൻ പോയി പ്രദക്ഷിണം വെച്ചിട്ട് വരാം. ശരി മോനെ, ആ ഭഗവാൻ തന്നെ നിനക്ക് തുണയായിരിക്കട്ടെ. ചെന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരൂ. തിരുവാഭരണം സ്വാമിക്ക്